Mosaic India, a mirror to memorable musings. നമസ്കാരം. മൊസൈക്ക് ഇന്ത്യയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിലെന്നല്ല, ലോകത്താകമാനം വനവിസ്തൃതി കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുകയും മനുഷ്യരെയും അവരുടെ വളർത്തുമൃഗങ്ങളെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്നൊരു വാർത്തകളാണ് നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. കാട് നശിക്കുന്നതോടൊപ്പം നമ്മുടെ കാലാവസ്ഥയിലും വ്യതിയാനമുണ്ടാകുന്നു. ജപ്പാനിലെ പ്രശസ്തനായൊരു ബൊട്ടാണിസ്റ്റായിരുന്ന അക്കിര മിയാവാക്കിയുടെ പാത പിന്തുടർന്ന് കേരളത്തിലും മിയാവാക്കി മാതൃകാ വനങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയിട്ടുള്ള ഒരു വ്യക്തിത്വത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതെന്താണെന്ന് പറഞ്ഞു? ഇതൊരു എക്സ്പെരിമെൻറ്റേഷനാണ്. ഇതൊരു 10 വർഷം ഒരു സ്ഥലം വെറുതെ ഇട്ട് അതൊരു കാടായിട്ട് മാറുമെന്നാണ് പറയുന്നത്. ഫോറസ്റ്റിന് അടുത്തുള്ള സ്ഥലത്തൊക്കെയാണ് ശരി. നമ്മുടെ പോലത്തെ ഒരു സ്ഥലം കാടായിട്ട് മാറും, പക്ഷേ അതിന് 200 വർഷമെങ്കിലും എടുക്കും അത് പൂർണ്ണമായിട്ട് കാടായിട്ട് മാറാൻ. കാരണം 3 സക്സസീവ് ജനറേഷൻ വരുമ്പോൾ ഒരു കാടാവുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഇപ്പോൾ ഇതാണ്ട് 15 വർഷമായിട്ട് ഇങ്ങനെ കിടക്കുന്ന സ്ഥലമാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ അകത്തെ വളർച്ച കണ്ടു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഇവിടെ ചെടി വളരുന്നുള്ളൂ. അതേസമയത്ത് മുകളിൽ നമുക്ക് 4 വർഷം കൊണ്ട് മിയാവാക്കിയിൽ മരങ്ങൾ കൊണ്ടാകുന്ന വളർച്ച ഇതുമായിട്ടും താരതമ്യപ്പെടുത്തുമ്പോൾ വ്യത്യാസം മനസ്സിലാവും. ഇതെന്താണിത്? ഇത് ശരിക്കും കുട്ടികൾക്ക് രാത്രി വന്ന് ക്യാമ്പ് ചെയ്തിട്ട് ഒരു ഫോറസ്റ്റ് ആംബിയൻസിൽ ആനിമൽസ് ഇല്ല, പക്ഷേ എങ്ങനെയാണ് രാത്രിയിലും മിന്നാമിനുങ്ങും മറ്റേ ജീവികളും ഇതുമൊക്കെ ശബ്ദം ഉണ്ടാകുന്നത്, ചീവീടിൻ്റെ ശബ്ദം, തവളയുടെ ശബ്ദം, ഇതൊക്കെ പിള്ളേർക്കൊരു പ്രകൃതി ക്യാമ്പ് നടത്താനായിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ്. കൊതുക് കുത്താതെ നെറ്റടിച്ച് കുട്ടികൾക്ക് സേഫായിട്ട് ഇരിക്കാവുന്ന ഒരു കുട്ടികൾ വരാറുണ്ടല്ലേ? വരുന്നുണ്ട്. ഇവിടെ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ ബാച്ചായിട്ട് കൊണ്ടുവന്ന്, പിന്നെ ഞങ്ങൾക്കൊരു NGO ഉണ്ട്, ഏജസ് എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഒരു ഓസ്പീസിലൊരു നമ്മൾ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. കേരളത്തിൽ ഡിജിറ്റൽ മാധ്യമ യുഗത്തിന് തുടക്കമിട്ട തിരുവനന്തപുരം ആസ്ഥാനമായ ഇൻവിസ് മൾട്ടിമീഡിയയുടെ സ്ഥാപക ഡയറക്ടർമാരിൽ ഒരാളാണ് കോട്ടയം സ്വദേശിയായ ശ്രീ MR ഹരി. അദ്ദേഹം തിരുവനന്തപുരത്തിനടുത്ത് പുളിയറക്കോണത്ത് കോടാലിപ്പാറ എന്ന ഒരു മലഞ്ചെരിവിൽ 2.5 ഏക്കർ സ്ഥലത്ത് മിയാവാക്കി നേച്ചർ ലാബ് എന്ന പേരിൽ ഒരു മാതൃകാ പരിസ്ഥിതി സംരക്ഷണ കേന്ദ്രം തുടങ്ങിയിരിക്കുന്നു. വനവൽക്കരണത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണം തൻ്റെ ജീവിതത്തിലും പ്രായോഗികമാക്കിയ ഒരു വ്യക്തിത്വമാണ് ശ്രീ MR ഹരി. നമസ്കാരം. ഹരി, എങ്ങനെയാണ് ഈ പ്രകൃതിയുമായിട്ട് ഇത്രയേറെ അടുത്ത് പെരുമാറാനുള്ള ഒരു മാനസിക നിലവാരം സൃഷ്ടിച്ചെടുത്തത്? അത് സൃഷ്ടിച്ചെടുത്തതല്ല. ഞാൻ വളർന്നത് കോട്ടയം ടൗൺ എന്ന് പറഞ്ഞാൽ, കോട്ടയം ടൗൺ ഒരു 50 വർഷം മുമ്പ്, എനിക്കിപ്പോൾ 62 വയസ്സായി. ഇപ്പോൾ ഒരു 60 വർഷം മുമ്പുള്ള കോട്ടയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ടൗണാണ്. ടൗൺ എന്ന് പറയുന്നത് തന്നെ ഒരു 500 മീറ്ററോ 300 മീറ്ററോ നീളത്തിലൊരു ഭാഗം, ബാക്കിയെല്ലാം വില്ലേജ് പോലെ തന്നെയാണ് ആ പ്രാന്തപ്രദേശങ്ങളെല്ലാം. അപ്പോൾ എൻ്റെ വീട് ആ കളക്ട്രേറ്റിൽ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ താഴെയാണ്. ഒരു കിലോമീറ്റർ തികച്ചുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ ഇഷ്ടംപോലെ മരങ്ങളും വണ്ടി കയറാത്ത വഴിയും മറ്റേ പുഴയിൽ നിന്ന് അധികം അകലല്ലാത്ത സ്ഥലം. അപ്പോൾ അങ്ങനെ ആംബിയൻസ് ഒരു നാട്ടിൻപുറത്തിൻ്റെ ആംബിയൻസാണ്. അപ്പോൾ അവിടെ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ മരവും അണ്ണാനും പക്ഷിക്കൂടും ഒക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടു വളരുന്നു. അങ്ങനെ ഒരു 10 വർഷം അവിടെ വരുന്നു. അവിടെ വളരെ ചെറിയ തോതിലാണ് അന്ന് മാറ്റങ്ങൾ വരുന്നത്. ഇപ്പോൾ അത് നന്നായിട്ട് ഭയങ്കര വലിയ തോതിൽ മാറി. ചെറുപ്പം മുതലേ ഒരു പ്രകൃതിയുമായിട്ടൊരു നമ്മളെ പ്രകൃതിയുടെ നടുക്കാണ് വളർന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനോടൊരു ബന്ധം ഉണ്ടായിരുന്നു. ആ എൻവയോൺമെൻറ്റിൽ നമ്മൾ ഒരു പ്രധാന പ്രശ്നം ഈ ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു ഡിപ്ലീഷനാണല്ലോ. അപ്പോൾ അത് അന്നുള്ള ചെടികളൊക്കെ, നമ്മുടെ ചെറുപ്പത്തിൽ നോക്കുന്ന ചെടിയൊക്കെ ഒരു 40 വയസ്സാകുമ്പോൾ തിരിഞ്ഞു പോകുമ്പോൾ കാണുന്നില്ല. ഇപ്പോൾ ചാര് എവിടെ നോക്കിയാലും താന്നിയോ ചാരോ കാരയോ ഈ മാതിരി മരങ്ങളൊക്കെ നാട്ടിൽ മുഴുവൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ മരങ്ങളൊന്നും കാണുന്നില്ല എന്നുള്ളൊരവസ്ഥ വന്നു. ചെടികളുടെ പല സ്പീഷീസും എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളൊന്ന് വീട് വെക്കാനായിട്ട് തെളിക്കുന്നു, അർബനൈസേഷൻ. അപ്പോൾ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് തെളിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മളവിടെ ഒരു ചെടിയും വെക്കുന്നില്ല. പിന്നെ ഡെക്കറേഷനായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന എക്സോട്ടിക് പ്ലാന്റ്സ് ആണ്, അത് ലോക്കൽ പ്ലാന്റ്സ് അല്ല, അതും മണ്ണിലല്ല വെക്കുന്നത്, ചട്ടിക്കകത്താണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ചെടികളെല്ലാം കൂടെ സംരക്ഷിക്കാൻ ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു വീട് ഇവിടെ ഞാനും ഭാര്യയും കൂടെ ഒരു വീട് വെച്ചായിരുന്നു. ഈ സ്ഥലം വാങ്ങിക്കുമ്പോൾ ഇത് ബാരൻ ലാൻഡാണ്.
അപ്പോൾ വില കുറഞ്ഞ സ്ഥലം നോക്കിയാണ് ഇത് വാങ്ങിയത്. പാറയാണ് അന്ന് ഇവിടെ. അപ്പോൾ ഈ പാറയിൽ കൊണ്ടുവന്ന് മരം വെച്ച് വെള്ളം ഒഴിച്ചാൽ ഇതെല്ലാം കിളുക്ക് ഇപ്പോൾ പടന്ന് പന്തലിച്ച് കാണാകും എന്നുള്ള ധാരണയിലാണ്. 10 വർഷം ഞാൻ വെച്ച എല്ലാ മരങ്ങളും ഉണങ്ങിപ്പോയി. 500 മരം വീതം ഒരാണ്ടി വെക്കുമായിരുന്നു ഞാൻ. 5000 മരം വെച്ചതിൽ ഒന്നും കിളുത്തില്ല. എങ്ങനെയാണ് ഈ കോടാലിപ്പാറയിലെത്തിയത്? 2.5 ഏക്കർ സ്ഥലം ഏറ്റവും വില കുറഞ്ഞ സ്ഥലം നോക്കി തപ്പി വന്നു. ഇതാരും മേടിക്കുക. അതിവിടെ ഒരു JCB ഒഴികെ വേറൊരു സാധനം എൻ്റെ മുകളിൽ കയറില്ല, ഇപ്പോഴും കയറില്ല. ഞാൻ കണ്ടു ഇവിടെ പാറയുടെ പുറത്ത് ചെടികൾ വളർന്നു നിൽക്കുന്നത് കണ്ടു. അത് ഒന്ന് കുറേ ഞാൻ കിഴിച്ചു വെച്ചോണ്ട്, പാറ കിഴിച്ചിട്ട് വെച്ചോണ്ട്, അല്ലാതെ ആ ഗ്യാപ്പിൽ തന്നെത്താനെ ഉണ്ടായതുകൊണ്ട്. പാറ കിഴിച്ച് വെച്ചാൽ അതിൽ ഉണങ്ങിപ്പോവില്ല. ഇല്ല ഇല്ല ഇല്ല. നമ്മൾ മതിൽ മരം വളർന്നില്ലേ, ടെറസിൻ്റെ മുകളിൽ മരം വളർത്തുന്നില്ലേ. 2013 ഞാൻ ബോൾഗാട്ടി പാലസിൻ്റെ മതിലിരിക്കുക. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഒരു പച്ചമുളക് കിളുത്ത് നിൽക്കുന്നു മതിലിൽ. അതിന് ഒരു ചെറിയ ദ്വാരമേ ഉള്ളൂ മതിലിൽ. ആ ദ്വാരത്തിൽ നിന്ന് ഇത് കിളുത്ത് നിൽക്കുന്നത്. മഴ പെയ്തപ്പോലും ആ ദ്വാരത്തിൽ കൂടെ വെള്ളം ഇറങ്ങാൻ പാടാണ്. പക്ഷേ ഇത് കിളുത്തിട്ട് 3 മുളകുമായിട്ട് നിൽക്കുക. അപ്പോൾ അത് വളരെ റെയറായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കിട്ടിയൊരു പാഠം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് സ്ഥലത്തിനോടും അഡാപ്റ്റ് ചെയ്യാനായിട്ട് ചെടികൾക്ക് പറ്റും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലാണ് ഞാനും ഇത് ഇവിടെ ചെയ്തുകൊണ്ട് അതൊക്കെ വെച്ചുകൊണ്ടാണ്. പക്ഷേ കുറേ നാളായപ്പോൾ ഈ പറയുന്ന വേഗത്തിലൊന്നും ഉണ്ടാവില്ല. നമ്മൾ ചില മരങ്ങൾ വളരും, ഒരു 100 എണ്ണം നിന്ന് 500 എണ്ണം വെച്ചാൽ അതിൽ 50 എണ്ണം പിടിക്കും. അത് പിന്നെ ഒരു ഉണക്ക് വരുമ്പം പിന്നെ അത് വാടിപ്പോവും. അങ്ങനെ അന്ന് വെച്ച മരങ്ങൾ വളരെ കുറച്ച് ഇപ്പോൾ അവശേഷിക്കുന്നു. ശരിക്കും ഒരു വനവൽക്കരണം, അഫോറസ്റ്റേഷനാണ് ഇവിടെ ഉദ്ദേശിച്ചിരുന്നത്. ഞാനിവിടെ കുറേ മരം വെച്ച് പിടിപ്പിക്കാമെന്നാണ് ആദ്യം. കാടുണ്ടാകുന്ന എൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ അത് എങ്ങനെയാണെന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കുറേ മരം വെച്ചാൽ കാടാകും എന്നുള്ളതിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. തുടർച്ചയായിട്ട് ഫെയിലിയറാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് 2 പേര് ഒരു വീഡിയോ അയച്ചിരുന്നു. ശുഭേന്ദു ശർമ്മയുടെ ഒരു ടെഡ് ടോക്ക് ആയിരുന്നു. അത് മിയാവാക്കി മോഡൽ അഫോറസ്റ്റേഷനെ കുറിച്ചായിരുന്നു. കണ്ടു നോക്കിയപ്പോൾ അത് വർക്കബിൾ ആണെന്ന് തോന്നി. പിന്നെ എനിക്ക് ഒരു ബോട്ടണി ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പോൾ ഞാനിവിടെ TB ജെറൽ ഒരു സയൻറ്റിസ്റ്റിനെ അറിയാമായിരുന്നു, ഡോക്ടർ മാത്യു ഡാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം കുറച്ചൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു സയൻറ്റിസ്റ്റാണ്. അപ്പോൾ സാറ് പറഞ്ഞ് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. സാധാരണ ഇതിൽ ഈ പറയുന്ന തിയറി വെച്ച് ഇത് വർക്കൗട്ട് ചെയ്യണം. എന്തായാലും അങ്ങനെ ഒരു ബോട്ടണിസ്റ്റ് ആണല്ലോ ഇത് പറഞ്ഞ ആൾ, അക്കിര മിയാവാക്കി. അപ്പോൾ അദ്ദേഹം ഒരു ജാപ്പനീസ് ബോട്ടണിസ്റ്റ് ആയിരുന്നു, യോക്കോഹാമ യൂണിവേഴ്സിറ്റി എമറിറ്റസ് പ്രൊഫസറായിരുന്നു. നമ്മൾ ഈ വീഡിയോ കാണുന്നവർക്ക് മിയാവാക്കി ആരാണെന്നും അദ്ദേഹത്തിൻ്റെ ഈ മിയാവാക്കി ഫോറസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് എന്തായിരുന്നു എന്നൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊണ്ടാകുന്ന താല്പര്യമുണ്ട്. ഈ മിയാവാക്കി, ഞാൻ ഈ മിയാവാക്കി ഫോറസ്റ്റിൻ്റെ വാർത്ത വന്നപ്പോൾ ഒരാൾ എന്നോട് വന്നിട്ട് ചോദിച്ചു മിയാവാക്കിയുടെ തൈ എവിടെ നിന്നാണ് കിട്ടിയതെന്ന്. അന്ന് മിയാവാക്കി കേരളത്തിലൊട്ടും ആളുകൾക്ക് അറിയില്ല. ഇപ്പോൾ 2025, അത് 2018-ലോ 20-ലോ എങ്ങാണ്ട 19-ലോ എങ്ങാണ്ട എന്നോട് ഈ ആൾ ചോദിക്കുന്നത്. ഇപ്പോൾ 6 വർഷം, ഇപ്പോൾ കേരളത്തിൽ മിക്കവാറും എല്ലാവർക്കും മിയാവാക്കി എന്താണെന്നൊരു ധാരണ കിട്ടി. ഈ പ്രൊഫസർ മിയാവാക്കി ജപ്പാനിൽ ജനിച്ച ഒരു സസ്യശാസ്ത്ര, അക്കിര മിയാവാക്കി എന്നാണ് അദ്ദേഹം മുഴുവൻ പേര്. മിയാവാക്കി എന്നുള്ള ഫാമിലി നെയിമാണ്. ഒരു പ്രദേശത്ത് സ്വാഭാവികമായിട്ട് വളരുന്ന സസ്യങ്ങളാണ് അവിടെ വളരേണ്ടത്. ഇപ്പം നമ്മുടെ ഇവിടെ ഇപ്പോൾ നമുക്ക് ഏത് മരം വേണമെങ്കിലും കൊണ്ടുവെക്കാം. ഇപ്പോൾ നമുക്ക് യൂറോപ്പിലെ ഒരു മരം കൊണ്ടുവെക്കാം, അല്ലെങ്കിൽ തേക്കൊരു ഉദാഹരണം എടുക്കാം. തേക്ക് വെയിറ്റ് കൂടുമ്പോൾ മറിഞ്ഞു വീഴും. നമ്മുടെ മണ്ണിൽ അതിന് ഉറച്ചു നിൽക്കാൻ ഒക്കില്ല. കാരണം അത് നമുക്ക് ഒരു ഏലിയൻ സസ്യമാണ്, അതിവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അല്ലെങ്കിൽ ഇപ്പോൾ അക്കേഷ്യം മഹാഗണി പുറത്തുനിന്ന് വരുന്നതാണ്. അത് രണ്ടും ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ നമ്മളിവിടെ ഒരു മഹാഗണി നട്ടിട്ട് പോയാൽ ഒരു 25 കൊല്ലം കഴിഞ്ഞ് വന്നാൽ ഈ പ്രദേശം മുഴുവൻ മഹാഗണി ആയിരിക്കും. അതിൻ്റെ വീഴുന്ന എല്ലാ വിത്തുകളും കിളുക്കും. അത് മറ്റ് ചെടികൾ പയ്യെ ഇല്ലാണ്ടാകുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ നാച്ചുറൽ വെജിറ്റേഷൻ കാലാകാലം കണ്ട് വർഷങ്ങളായിട്ട് ആ നാട്ടിലുള്ള മരങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ പ്ലാവ്, മാവ്, താന്നി, ഈ വെസ്റ്റേൺ ഗട്ട്സിൽ പശ്ചിമഘട്ടത്തിൽ വളരെ 5000-ഓളം ചെടികളുണ്ട്. അപ്പോൾ ഈ ചെടികൾ മിക്കവാറും ഏതൊക്കെ കേരളത്തിൽ എവിടെയൊക്കെ വളർന്നു ആ സ്ഥലങ്ങളിലൊക്കെ അത് സ്വാഭാവികമായിട്ട് വളരേണ്ട സാധനങ്ങളാണ്. നമ്മളിതിനെ പയ്യെ ഒരൊറ്റ നിന്ന് മാറ്റുകയാണ്. അതിന് 2 ദോഷമുണ്ട്. ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂട് വെക്കുന്ന പക്ഷികളുണ്ട്, ഇതിൻ്റെ പഴം തിന്നുന്ന ജീവികളുണ്ട്, ഇതിൻ്റെ കാ തിന്നുന്ന ജീവികളുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചെറിയ ചെടികളാണ്, അതിൽ മുട്ടയിടുന്ന ചിത്രശലഭമുണ്ട്. ഒരു ചിത്രശലഭം ചെടിയിൽ വരുന്നത് തേൻ കുടിക്കാനല്ല, തേൻ കുടിക്കാനുണ്ട്. പക്ഷേ പ്രധാനമായിട്ട് വരുന്നത് അതിൻ്റെ ലൈഫ് വളരെ ചെറുതാണ്. ഒരു 40 ദിവസമോ അല്ലെങ്കിൽ 15 ദിവസമോ 30 ദിവസമൊക്കെ ഉള്ളതിനിടയ്ക്ക് അതിൻ്റെ അടുത്ത ജനറേഷൻ ഉണ്ടാവണം. അപ്പോൾ ഇത് മുട്ടയിട്ട് വരുന്ന ലാർവ തിന്നുന്ന ഇലയുള്ള ചെടി നോക്കിയാണ് അത് മുട്ടയിടുന്നത്. ആ ചെടിയില്ലെങ്കിൽ അതിന് മുട്ടയിടാനൊക്കില്ല. അഡാപ്റ്റേഷൻ അവിടെ വലിയ പാടാണ് പലപ്പോഴും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ പലയിടത്തും ചിത്രശലഭങ്ങൾ കുറഞ്ഞിരിക്കുന്നത്. ചെടി ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഈ ആന്തൂറിയ അങ്ങനെ ഇങ്ങനെ ലോകത്തുള്ള എല്ലാ മണ്ടൻ ചെടികളും ഇവിടെ കൊണ്ട് നമ്മുടെ മുറ്റത്ത് വെച്ച് വളർത്തുന്നുണ്ട്, അത് നന്നായിട്ട് വളരുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ബയോഡൈവേഴ്സിറ്റി ഇല്ലാതാകുന്നു? അതിൽ മിയാവാക്കി അപ്പോൾ ചെയ്തതിനാൽ ഈ പൊട്ടൻഷ്യൽ നാച്ചുറൽ വെജിറ്റേഷനെ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് പ്രദേശങ്ങളിലുണ്ടാകുന്ന ചെടികളെ വെക്കുക. അതിന് പുള്ളി കണ്ടുപിടിച്ച ഒരു കാര്യം അതിൻ്റെ കൂടെ മനസ്സിലാക്കി, നാച്ചുറൽ ഫോറസ്റ്റിൽ സ്വാഭാവിക വനങ്ങളിൽ കളയില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ വീഴുന്നില്ല. വെയിൽ വീഴുന്നിടത്താണ് ഈ പല കളകളും വളരുന്നത്. ഭൂമി ഇപ്പോൾ നമ്മളിപ്പോൾ ഈ മുറ്റം വെറുതെ എടുക്കുകയാണെങ്കിൽ ഇവിടെ പുല്ല് മുളയ്ക്കും. എന്നാൽ അപ്പോൾ അവിടെ തന്നെ ഉദാഹരണം, വെള്ളം പോലും ഇല്ല, പാറ അതിനടിയിൽ പുല്ല് അവിടെ മുളയ്ക്കുന്നുണ്ട്. അത് പ്രകൃതിയുടെ ഒരു ആവശ്യമാണ്. ഈ ചൂടിന് ഒരു സംരക്ഷണം കിട്ടാനായിട്ട് പ്രകൃതി തന്നെത്താനെ മുളപ്പിക്കുന്നതാണ്. നമ്മളൊരു കടലാസ് ഇട്ട് ഇവിടെ മൂടിക്കഴിഞ്ഞാൽ അവിടെ കിളുക്കുകയില്ല. ഈ വെളിച്ചം കിട്ടാവുന്ന ചെടി പിന്നെ അവിടെ കിളുക്കുകയില്ല. ഫോറസ്റ്റ് ഇത് തന്നെയാണ്. ഫോറസ്റ്റിൻ്റെ ഒരു കവർ വന്നു കഴിയുമ്പോൾ താഴെ
കിളുക്കുന്നതിന് കുറയും. പിന്നെ ഈ അടിക്കാടുകളുണ്ട്. അടിക്കാടുകൾ വളരെ സ്പെഷ്യൽ ഇനങ്ങളാണ്. ഇപ്പോൾ കരിങ്കുറിഞ്ഞി പോലെയൊക്കെയുള്ള ചില ചെടികൾ മാത്രമേ ഇപ്പോൾ ഇഞ്ചി അല്ലെങ്കിൽ മഞ്ഞളൊക്കെ നടുന്നത് വലിയ വെയിൽ വേണ്ട. അപ്പോൾ എന്ന് പറഞ്ഞ പോലുള്ള ഈ അധികം ഇത് വേണ്ടാത്ത ചെടികൾ മാത്രമേ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കിളുക്കുള്ളൂ. അല്ലാതെ ഈ വലിയ മരങ്ങളും സംഗതികളൊന്നും വളരില്ല. അപ്പോൾ അങ്ങനെ വളർന്ന പുള്ളി ഇതേക്കുറിച്ചൊരു പഠനം നടത്തി. പുള്ളി സ്വാഭാവിക വനങ്ങൾ എങ്ങനെ സൃഷ്ടിക്കാം എന്നുള്ളതിലേക്ക് പുള്ളിയുടെ ചിന്ത പോയി. അങ്ങനെ അദ്ദേഹം കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് ഈ മിയാവാക്കി മാതൃകാ വനവൽക്കരണം. അത് ആദ്യം ചെയ്ത നിപ്പോൺ സ്റ്റീൽ കോർപ്പറേഷനിലാണ് ഇദ്ദേഹം ഇത് പരീക്ഷിക്കുന്നത്. അപ്പോൾ അതിന് ഒരു ബേസിക് റൂൾസ് 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, ചെടികൾ എണ്ണം കൂടുതലാണ്. നമ്മൾ 1 മീറ്ററിൽ 4 ചെടികൾ വരെയാണ് വെക്കുന്നത്. ചില സ്ഥലത്ത് 9 വരെ വെക്കും. അത് ആ സ്ഥലത്തെ വലിയ മരങ്ങളുടെ തൈകളാണ് വെക്കുന്നത്. അത് തൈയിൽ വലിയ മരങ്ങളുണ്ട്, ചെറുമരങ്ങളുണ്ട്, ഈ കുറ്റിച്ചെടിയുണ്ട്. ഇതിനെല്ലാം കൂടെ ഇടകലർത്തിയാണ് വെക്കുന്നത്. അപ്പോൾ ഇത് വളർന്നു വരുന്നതനുസരിച്ച് അതാത് പ്രദേശങ്ങളിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ തന്നെ മിനിമം 30 സ്പീഷീസ് എങ്കിലും വേണമെന്നാണ്. കാരണം വെച്ചാൽ ഈ സ്പീഷീസുകൾ കൂടുമ്പോൾ കാട്ടിൽ ശരിക്കും ഈ പല ഇടകലർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ഈ മണ്ണിൻ്റെ വളക്കൂറുണ്ട്. അത് വലിയൊരു സയൻസ്. അത് പറയാൻ പോയാൽ അത് നമ്മൾ ഒരു ദിവസം പറയാനുള്ള കാര്യങ്ങളുണ്ട്. അതിനോട് നിസ്സാരമാണ്. ചെടികൾ ഉണ്ടാകുന്ന ഭക്ഷണത്തിൻ്റെ 40% അത് മണ്ണിലേക്ക് വിടുക. ലിക്വിഡ് കാർബൺ എന്നാണ് അതിന് പറയുന്നത്. ആ ലിക്വിഡ് കാർബൺ കൺസ്യൂം ചെയ്യാനായിട്ട് പലതരത്തിലുള്ള മൈക്രോബ്സ് അതിൻ്റെ ചോട്ടി വരും. ഈ മൈക്രോബ്സ് തിരിച്ച് മൈക്രോ ന്യൂട്രിയൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ മൈക്രോ ന്യൂട്രിയൻസ് ആക്ച്വലി ചെടിക്ക് വേണ്ട മൂലകങ്ങളെ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ സഹായിക്കും. അപ്പോൾ കാട്ടിൽ ഇതെല്ലാം കൂടെ നിൽക്കുമ്പോൾ ഈ ഒരു പ്രോസസ്സ് സംഭവിക്കുന്നു. നാട്ടിൽ നമ്മളൊരു റബ്ബർ തോട്ടം തന്നെ ഉണ്ടാക്കുമ്പോൾ റബ്ബറിൻ്റെ ഇത് മാത്രമേ മണ്ണിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മൈക്രോ ന്യൂട്രിയൻസോ അല്ലെങ്കിൽ മൈക്രോബ്സോ എല്ലാം കുറയും. കുറേ വർഷങ്ങളാകുമ്പം ആ മണ്ണ് ഡെഡാകും ഓൾമോസ്റ്റ്. പിന്നെ നമ്മൾ ഈ എക്സ്റ്റേണലായിട്ട് കൊടുക്കുന്ന വളം കൊണ്ട് ഉണ്ടാകുന്ന വളർച്ചയാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു തിയറി പ്രൊഫസർ മിയാവാക്കി ഇത് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ 2-3 കാര്യങ്ങൾ. ഒന്ന്, മിനിമം ഒരു 30 സ്പീഷീസ് എങ്കിലും വേണം. 2, ചെടിയെ നന്നായിട്ട് വളർത്തണം. ചെടിയുടെ ഈ റൂട്ട് എന്തുമാത്രം വളരുന്നോ അത്രയും നല്ലത്. വളർത്തിയിട്ട് വേണം നമ്മൾ എടുത്തു വെക്കാൻ. പലപ്പോഴും ഈ നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന ചെടി വലുതായിരിക്കും, റൂട്ട് ഇത്രേ കാണുള്ളൂ. അത് പോരാ. റൂട്ട് നമ്മൾ വലിയൊരു കൂട്ടിൽ വളർത്തിയെടുക്കും. അപ്പോൾ ഒരു 100-300 രൂപ ഒരു ചെടിക്ക് ചിലവായാലും അത് റൂട്ട് വളർത്താനായിട്ടാണ് നമ്മൾ ചിലവാക്കേണ്ടത്. അല്ല, റൂട്ട് വളർന്ന ചെടികളെ നോക്കി എടുത്തു വെക്കണം. അപ്പോഴാണ് പെട്ടെന്നുള്ള വളർച്ച കിട്ടുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞ എണ്ണം കൂട്ടി വെക്കുക. അപ്പോൾ ഇത് അടുത്തടുത്ത് നിൽക്കുമ്പോൾ ഒരു മത്സരം വരും സൂര്യപ്രകാശം കിട്ടാനായിട്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് മേലോട്ട് പോകും ഈ വെളിച്ചം കിട്ടാനായിട്ട്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. പിന്നെ ഒരു വിധത്തിലുള്ള രാസവളമോ കീടനാശിനിയോ ഉപയോഗിക്കാതിരിക്കുക. കാരണം മണ്ണിലെ മൈക്രോബ്സിനെ നശിപ്പിക്കും ഈ രാസവളങ്ങൾ. കീടനാശിനിക്ക് ഇത് തന്നെ. കീടനാശിനി വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ചിത്രശലഭത്തിൻ്റെ ലാർവ വന്ന് ഇല തിന്നാൻ തുടങ്ങി. നമ്മൾ എന്ത് ചെയ്താലും ഇല്ലെങ്കിൽ അത് 4-5 ദിവസം കഴിയുമ്പോൾ അത് പ്യൂപ്പയായിട്ട് മാറും. ഓക്കെ, അതല്ല ഒരു 1000 പുഴു ഒരുമിച്ചിട്ട് തിന്നുകയാണ്. അപ്പോൾ ഇത് പക്ഷികളുടെ ശ്രദ്ധയിൽപ്പെടും. അല്ലെങ്കിൽ കടന്നലൊക്കെ ചില ലാർവയൊക്കെ പിടിച്ചുകൊണ്ട് പോകും. അപ്പം നമ്മളൊന്നും ചെയ്യണ്ട. പ്രകൃതിക്ക് അതിൻ്റേതായ ഒരു സംവിധാനമുണ്ട്. പക്ഷെ പറ്റുന്ന വെച്ചാൽ ഒരു പുഴുവിനെ കാണുമ്പോൾ നമ്മൾ ടിക്ടൻ്റെയോ DDTയോ നമുക്കറിയാവുന്ന എല്ലാ വിഷവും എടുത്ത് സ്പ്രേ ചെയ്യും. അപ്പോൾ അതിലുള്ള എല്ലാ സാധനങ്ങളും നശിച്ചു പോകും. ഇപ്പോൾ ഈ ചിലന്തികളൊക്കെ അങ്ങനെയാണ്. ഈ ചിലന്തി വല കെട്ടി വെക്കുമ്പോൾ അതിനകത്ത് വന്ന് മുഞ്ഞ കുടുങ്ങും. ആ മുഞ്ഞ ശരിക്കും നമ്മുടെ ഈ ചെടികളെ ആക്രമിക്കാതിരിക്കും. പക്ഷേ നമ്മൾ ചിലന്തിയെ കാണുമ്പോൾ തന്നെ ഓടിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഞ്ഞ വരും. മുഞ്ഞയ്ക്ക് പിന്നെ നമ്മൾ വേറെ വിഷം. അങ്ങനെ ഓരോ ജീവിക്കും നമ്മൾ വിഷം തളിക്കുന്ന ഒരു വരും. ഇതെല്ലാം കൂടെ കൂടിയാണ് ഒരു മിയാവാക്കി മോഡൽ അഫോറസ്റ്റേഷൻ. ഇതിൻ്റെ പ്രത്യേകത, ഇത് ഒരു 20-25 വർഷം കൊണ്ട് നമുക്കൊരു ഫോറസ്റ്റ് ഉണ്ടാകും. അതൊരു 5 വർഷം കൊണ്ട് തന്നെ ഒരു 10 മീറ്ററൊക്കെ. കേരളത്തിൽ നമുക്ക് 3 മീറ്റർ വളർച്ചയാണ്ടി കിട്ടുന്നുണ്ട്. അവിടെ ജപ്പാനിൽ 1 മീറ്ററാണ് അവരുടെ വളർച്ച. നമുക്ക് മഞ്ഞുകാലം ഇല്ലാത്തതുകൊണ്ടും നമുക്ക് 2 മഴക്കാലം ഉള്ളതുകൊണ്ടാണ് ഇത്രയും വളരുന്നത്. 3 സക്സസീവ് പെട്ടെന്ന് വളരും. 3 സക്സസീവ് ജനറേഷൻ വരുമ്പോഴാണ് ഒരു കാടായിട്ട് മാറി എന്ന് പറയുന്നത്. 200 വർഷമൊക്കെയാണ് പറയുന്നത്. ഒരു 25-30 വർഷം കൊണ്ട് മിയാവാക്കി വനങ്ങൾ ആ വളർച്ച കിട്ടും. ഞാനിപ്പോൾ അവിടെ യോക്കോഹാമ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇദ്ദേഹം വെച്ച വനങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. ഈ മിയാവാക്കിയെ ജപ്പാനിൽ കണ്ടൊരു വ്യക്തി ആണല്ലോ ഹരി. അദ്ദേഹത്തുമായിട്ടുള്ള കൂടിക്കാഴ്ച എങ്ങനെയാണ് ഇപ്പോൾ? ഞാൻ ഇച്ചിരി താമസിച്ചു പോയി. അത് ഞാൻ ചെല്ലുന്നത് 2019 അപ്പോൾ അദ്ദേഹത്തിന് ഈ സെറിബ്രൽ ഒരു ഹെമറേജ് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചികിത്സയിലാണ്. അദ്ദേഹത്തെ ഒരു സാനിറ്റോറിയത്തിൽ താമസിപ്പിച്ചിരിക്കുകയാണ് ഈ ഇൻഫെക്ഷനൊക്കെ വരാതിരിക്കുകയാണ്. ഞാൻ ചെല്ലുമ്പോൾ തന്നെ എന്നോട് ആദ്യം വന്ന നമ്മുടെ ഇവിടുത്തെ പോലെ അല്ലല്ലോ, കൈ കഴുകണം, കാല് കഴുകണം, ഇതൊക്കെ വളരെ ഇതായിട്ടൊക്കെ ചെയ്യണം. അപ്പോൾ ചെയ്തുകൊണ്ടിപ്പോൾ ഇദ്ദേഹത്തെ വീൽ ചെയറിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഹരി സാൻ. അപ്പോൾ അവരെല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും സാൻ എന്നാണ്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മൾ സാറെന്ന് പറയുന്ന പോലെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഞെട്ടിത്തിരിഞ്ഞപ്പോൾ ഇത് വീൽ ചെയറിൽ ഇങ്ങനെ വരികയാണ്. എന്നിട്ട് മിയാവാക്കി കൈ ഇങ്ങനെ വരും. അപ്പോൾ അവിടുന്ന് കൈ പിടിച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞാൽ പുള്ളി കൈ വിടുന്നത്.
ഞങ്ങൾ കൈ പിടിച്ചുകൊണ്ടിരുന്നാണ് സംസാരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അന്ന് പുള്ളി അന്ന് അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട്? അന്ന് 90 വയസ്സ്. എനിക്ക് 15 മിനിറ്റോ 20 മിനിറ്റോ കണ്ടാണ് തന്നതെന്ന് എൻ്റെ ഓർമ്മ. ഈ അലോട്ട് ചെയ്യുന്ന സമയം അദ്ദേഹത്തിന് ഈ ആരോഗ്യ പ്രശ്നമുള്ളതാണ്. പക്ഷെ അന്ന് ഞങ്ങൾ 6:30 മണി വരെ സംസാരിച്ചു, 2:30 മണി തൊട്ട്. 6:30 മണിക്കാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അത് ഭയങ്കര ഒരു ഇതായിരുന്നു. അദ്ദേഹത്തിൻ്റെ റൂമിൽ പോയി അദ്ദേഹത്തിൻ്റെ ഈ റൂമിൽ ചാർട്ടും ഈ വീൽ ചെയർ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഫുള്ളായിട്ട് വർക്ക് ചെയ്യാം. ലോകത്ത് മുഴുവൻ പ്ലാൻ ചെയ്യും, പ്ലാന്റിംഗ് ഫെസ്റ്റിവൽ, വീൽ ചെയർ വരും, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. സംസാരിക്കുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. കേരളത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് അറിയാം. എന്നോട് ഈ മാപ്പിൽ കാണിക്കാൻ പറ്റും അറ്റ്ലസ്. അപ്പോൾ ഈ അറ്റ്ലസ് കാണിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇവിടുത്തെ കാലാവസ്ഥ വെച്ചിട്ട് ഇവിടെ വളരുന്ന മരങ്ങളുടെ ഇതിനെക്കുറിച്ചൊക്കെ ധാരണയുണ്ട്. അപ്പോൾ ഇന്ത്യ ഞാൻ ഇന്നടത്തൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം മലയാളത്തിലാക്കാൻ എനിക്ക് അനുവാദം തന്നായിരുന്നു. അത് ഞാനിപ്പം ചെയ്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം ഞാൻ മലയാളത്തിലാക്കിയായിരുന്നു. ഒത്തിരി താമസിച്ചു. അത് ഞാനും പരമേശ്വരനും മാതൃഭൂമിയിലുണ്ടായിരുന്നു, PR പരമേശ്വരൻ, ഞങ്ങൾ രണ്ടുപേരോടാണ് അത് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ഞങ്ങളിവിടെ ആഘോഷിച്ചു കേരളത്തിൽ. 2020 അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ നമ്മളിവിടെ ചാല സ്കൂളിലൊരു മരം വെച്ചുകൊണ്ട് ഓൺലൈനായിട്ട് അദ്ദേഹം സ്ക്രീനിൽ വന്നു. ഇവിടുന്ന് കുട്ടികൾ കൈവീശി. അദ്ദേഹത്തിൻ്റെ 2 സ്റ്റുഡൻസ് ഇവിടെ വന്നിരുന്നു. എന്നുവെച്ചാൽ 76-75 വയസ്സുള്ള 2 പ്രൊഫസേഴ്സാണ്. പ്രൊഫസർ എൽജീൻ ബോക്സും പ്രൊഫസർ ഫിജുവാര കസ്യു. അപ്പോൾ അവർ നമുക്ക് ഗൈഡൻസ് ഒക്കെ തന്ന് നമ്മൾ ഈ മരം വെച്ച് ഇദ്ദേഹം അത് കണ്ട് അവിടുന്ന് കൈയൊക്കെ വീശി. അത് വലിയൊരു വിജയമായിരുന്നു. ഹരി, മിയാവാക്കി ഫോറസ്റ്റ്, അതുകൊണ്ട് നമുക്ക് ഈ പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും മിയാവാക്കി ഫോറസ്റ്റ് എല്ലാ ഫോറസ്റ്റും പോലെ തന്നെ ഒരു ഫോറസ്റ്റാണ്, പക്ഷേ മൈക്രോ ഫോറസ്റ്റാണ്. മിയാവാക്കി വേണേൽ മാക്രോ ഫോറസ്റ്റ് ആയിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ നമ്മളൊരു 100 ഏക്കർ മിയാവാക്കി വെക്കുകയാണെങ്കിൽ അത് ശരിക്കും മറ്റേ ഫോറസ്റ്റ് പോലെ തന്നെയാണ്. അപ്പോൾ അവിടെ കാടിനടുത്താണെങ്കിൽ മറ്റു മൃഗങ്ങളൊക്കെ വന്നു തുടങ്ങും ഏരിയ കൂടുതൽ വരുമ്പോൾ. ഇത് നമുക്ക് വളരെ കുറഞ്ഞ സ്ഥലത്ത് ഒരു കാടിൻ്റെ ആംബിയൻസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ 1 സെൻറ്റിൽ വേണമെങ്കിലും ചെയ്യാം, 1/2 സെൻറ്റിൽ വേണമെങ്കിലും ചെയ്യാം. പ്രൊഫസർ മിയാവാക്കി പറയുന്ന ഐഡിയൽ ഇതെന്ന് പറയുന്നത് 100 സ്ക്വയർ മീറ്ററാണ്, അതായത് 2.5 സെൻറ്റ്. പക്ഷേ പുള്ളി തന്നെ 1/2 സെൻറ്റിലും വെച്ചിട്ടുണ്ട്. പല സ്പീഷീസാണ് നടുന്നത്. പല സ്പീഷീസാണ്, 30 സ്പീഷീസ് മിനിമം വേണമെന്നാണ്. അപ്പോൾ ഈ ആവശ്യത്തിലധികം നടുന്നത് എണ്ണം കൂടുതൽ തിക്നെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാമത്തിലാണെങ്കിൽ ഇപ്പോൾ പ്ലാവ് ഉണ്ടാവാം, മാവ് ഉണ്ടാകും, ഉണ്ടാവും, അങ്ങനെയുള്ള സാധനമുണ്ട്. പിന്നെ ഇപ്പോൾ കൂനമ്പാല പോലെ ചെറിയ ഇടത്തരം മരങ്ങളുണ്ട്, ആത്തയൊക്കെ പോലെ ഒരു സബ് ട്രീസ്. അപ്പോൾ അങ്ങനെ പല വലിപ്പത്തിലുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഇടകലർത്തിയാണ് നടുന്നത്. കാടെന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ കൂടി വരുന്ന മരങ്ങളാണല്ലോ. കാട് വളരുന്നതനുസരിച്ച് കുറേ മരങ്ങൾ പോവും. അതേസമയം തന്നെ വേറെ പുതിയ വരികയും ചെയ്യും. കാരണം ഈ വവ്വാലും അണ്ണാനും ഒക്കെ കൊണ്ടുവന്നിട്ട് പുതിയ സ്പീഷീസ് ഉണ്ടാകും. അപ്പം നമ്മൾ ഈ 1 സെൻറ്റിലോ 2 സെൻറ്റിലോ 5 സെൻറ്റിലോ കാട് വെക്കുന്നിടത്ത് ആനിമൽസ് ഒന്നും വരാൻ പോകുന്നില്ല. അവിടെ വരുന്ന ഇപ്പം ചെറിയ പ്രാണികളുണ്ടല്ലോ, ആക്ച്വലി അതിനൊരു ഹേവനാണ്. കാരണം സിറ്റി ഇരിക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഈ ബയോഡൈവേഴ്സിറ്റിയിൽ അങ്ങനത്തെ പ്രാണികൾക്ക് ഇരിക്കാനും, അല്ലെങ്കിൽ ഇപ്പോൾ മുള്ളംപന്നി, ഞങ്ങളിപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി വെച്ചതിലൊക്കെ മുള്ളംപന്നി വരുന്നുണ്ട്, ഇവിടെ മുള്ളംപന്നി വരുന്നുണ്ട്, വള്ളിപ്പൂച്ച വരുന്നുണ്ട്, ഈ മറ്റേ ഇത് നമ്മുടെ അതുപോലെ ഈ മരപ്പെട്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ജീവികൾക്കും ഇരിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ഈ മൈക്രോ ഫോറസ്റ്റ് നോക്കിയാൽ മതി. ചെറിയ ഫോറസ്റ്റ് ആയതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളെ വരുള്ളൂ. നിങ്ങൾ എത്ര മിയാവാക്കി ഫോറസ്റ്റുകൾ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട്? കേരളത്തിൽ ഞങ്ങളിപ്പോൾ ഒരു 200 എണ്ണത്തിൽ കൂടുതൽ വെച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ വെച്ചിട്ടുണ്ട്, കർണാടകത്തിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ അബുദാബിയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു കമ്പനി ആയിട്ടാണോ ഇതൊരു? 2-3 സ്ഥാപനങ്ങളായിട്ട് ചേർന്ന് ഞാൻ ചെയ്യുന്നുണ്ട്. ഒന്ന് AGS എന്നൊരു NGO ഉണ്ട്, അഗ്രികൾച്ചർ. ഹരിയുടെ ഇത് ഒരു ട്രസ്റ്റാണോ, ഓർഗനൈസേഷൻ? അല്ല, അത് AGS ഞാനതിലൊരു അംഗമായിട്ട് ചേർന്നതാണ്. അതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. കൂടാതെ കൾച്ചർ ഷോപ്പി എന്ന് പറയുന്നത് ഒരു ചെറുകിട വ്യവസായ സ്ഥാപനമാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹാൻഡിക്രാഫ്റ്റ്സ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഞങ്ങളൊരു കമ്പനി ഉണ്ടാക്കിയാണ്. അപ്പോൾ ഹാൻഡിക്രാഫ്റ്റ്സ് പ്രൊമോട്ട് ആകുന്നില്ല, അപ്പോൾ അവർക്ക് ജീവിക്കുകയും വേണം. അപ്പോൾ അതിൽ കുറേ വേറെ എന്തോ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് നോക്കിയപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണ് ഈ മിയാവാക്കി ഫോറസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് എല്ലാവരും കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് സയൻസ് ഉണ്ട്. അപ്പോൾ ഇത് ശാസ്ത്രീയമായിട്ട് ചെയ്താൽ കിട്ടുന്ന വളർച്ച നമ്മൾ കാഷ്വലായിട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും കിട്ടുന്നില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സയൻറ്റിഫിക്കായിട്ട് ചെയ്യുന്നത്. പിന്നെ സയൻറ്റിഫിക്കായിട്ട് ചെയ്യാൻ ഒരു തടസ്സം നമ്മുടെ ഒരു മെൻ്റൽ മേക്കപ്പാണ്. കാരണം നമുക്കൊരിക്കലും ഈ ഒരു കാട് വെക്കാനായിട്ട് പൈസ ചിലവാക്കണോ, പിന്നെ കാടെന്ന് പറഞ്ഞാൽ തന്നെ ഒരു അപകടം എന്നുള്ളൊരു ഇതിലാണ്. നമ്മൾ പാമ്പുള്ള സ്ഥലമല്ലേ, അങ്ങനെയൊക്കെയാണ് അതിനെ കാണുന്നത്. അതങ്ങനെയല്ല. അപ്പോൾ നമ്മുടെ ഒരു ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് വീടിരിക്കുന്ന സ്ഥലത്ത് ഒരു കാടുണ്ടെങ്കിൽ എയർ കണ്ടീഷൻ ചെയ്യുന്നത് എന്താണ്, വെള്ളം ഇതാക്കി ബാഷ്പമാക്കി പുറത്തേക്ക് വിടുന്നു. അത് തന്നെയാണ് മരങ്ങളും ചെയ്യുന്നത്. മണ്ണിനടിയിലെ വെള്ളം വലിച്ചെടുത്ത് അത് എയർ തണുപ്പിക്കുന്നു, ഓക്സിജൻ തരുന്നു, ഇങ്ങനെയുള്ള കുറേ ഫങ്ഷൻസൊക്കെ നടക്കുന്നു. അപ്പം നമ്മുടെ വീടിന് ചുറ്റും ഒരു കുറേ മരങ്ങളുണ്ടെങ്കിൽ ഈ 2-3 തരത്തിൽ വർക്ക് ചെയ്യും. ഒന്ന് ചൂട് കുറയും. ഇപ്പം ഞാൻ ഈ ഇരിക്കുന്ന ഇവിടെ ഉച്ചയ്ക്ക് ചില സമയത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ നടക്കല്ലിൽ അതുപോലെ ഈ കറുത്ത ബോർഡർ ഇതൊക്കെ മാർബിളാണ്. ഇതിൽ വരുന്ന ചൂടെന്ന് പറയുന്നത് 45 ഡിഗ്രി 46 ഡിഗ്രി വരെ വരാറുണ്ട് ചൂട് പിടിക്കുമ്പോൾ. ഇപ്പം തറയോടാണ്, അവിടെ അത്രയും വരില്ല. അതേസമയത്ത് ഇതിൽ നിന്ന് 5 അടിയുള്ള ഫോറസ്റ്റിലേക്ക്, ഫോറസ്റ്റ് 30 ഡിഗ്രി ആയിരിക്കും എപ്പോഴും.
ഇതാണ് ടെമ്പറേച്ചർ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ വീടിന് ചുറ്റും ടൈലിട്ട് കഴിയുമ്പോൾ ഈ 45 ഡിഗ്രി റേഡിയേഷനാണ് നമുക്ക് ചുറ്റും വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഹെൽത്തിനെയൊക്കെ എങ്ങനെ ബാധിക്കും എന്നുള്ള കുറേ കാലം കഴിയും അറിയാനായിട്ട്. അതേപോലെ അതിലൊരു 2 സെൻറ്റോ 3 സെൻറ്റോ നമ്മൾ ഫോറസ്റ്റിനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ആ എൻ്റെ ഏരിയ തണുക്കും, ഇതിൻ്റെ ചുറ്റുമുള്ള ഏരിയയിൽ തണൽ വരും. അങ്ങനെ കുറേ പ്രയോജനം അതുകൊണ്ട് ഉണ്ടാകും. പിന്നെ രണ്ടാമത് മഴ പെയ്യുന്ന വെള്ളം. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ സിറ്റുവേഷൻ വളരെ മോശമാണ്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഭാവിയിൽ കേരളത്തിൽ സ്വന്തം കിണറില്ലെങ്കിൽ വെള്ളം കുടിക്കാനൊക്കെ ഇല്ലാത്തൊരവസ്ഥ വരും. കാരണം ഗ്രൗണ്ട് വാട്ടർ താഴോട്ട് പോകുന്നു, പുഴ മുഴുവൻ നമ്മുടെ ഈ പ്രോപ്പർ അല്ലാത്ത ഒരു പ്രൊട്ടക്ഷൻ മെക്കാനിസം, ഈ റിവർ ബാങ്ക്സ് കെട്ടുന്നത് കൊണ്ടത് വെള്ളം പൊള്യൂട്ടഡ് ആകുന്നു. വേസ്റ്റ് ഡംപ് ചെയ്യുന്നത് മാത്രമല്ല, വേസ്റ്റ് ഡംപ് ചെയ്യാൻ ആ വേസ്റ്റ് ക്ലിയർ ചെയ്യാനുള്ള നാച്ചുറൽ മെക്കാനിസം ഉണ്ട്. ഇപ്പം മുറ്റത്ത് നമ്മൾ വേസ്റ്റ് വാരിയിട്ട് പണ്ട് കാക്ക തിന്നുകൊണ്ട് പോകും, അല്ലെങ്കിൽ ഇപ്പോൾ അത് പ്ലാസ്റ്റിക് കുട്ടി കെട്ടിയിടുന്നത്. അപ്പോൾ അത് അവിടെ കിടന്ന് ചീഞ്ഞ് അത് ശരിക്കും പ്രോപ്പറായിട്ട് മണ്ണിൽ ചേരാതെ ഒരു എന്താണ് മാലിന്യമായിട്ട് മാറുക. മറ്റേ അങ്ങനെയല്ല, ഫുഡ് വേസ്റ്റ് എന്ന് പറയുന്ന സാധനം ആളുകൾ വലിച്ച് പുറത്തോട്ട് കാക്ക തിന്നട്ടെ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പട്ടി ഉണ്ടെങ്കിൽ പട്ടി തിന്നും, ഇങ്ങനെ ഓരോ ജീവികൾ തിന്ന് അങ്ങ് ബയോളജിക്കലി അത് പ്രോസസ് ചെയ്ത് പോവുകയാണ്. ആറ്റിൻ്റെ തീരത്ത് ഇത് തന്നെയാണ്. പക്ഷേ അത് ഹരി, നമ്മുടെ ഈ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടല്ലോ. ഇപ്പം പുറത്തേക്ക് വലിച്ചെറിയാൻ പറ്റുന്നില്ല, പലപ്പോഴും വേസ്റ്റ് നമുക്ക് പുറത്തേക്ക് വലിച്ചെറിയാൻ പറ്റുന്നില്ല. വലിച്ചെറിയണ്ട, നമ്മളിപ്പോൾ വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലം ഉണ്ടെങ്കിൽ ഈ പക്ഷികളൊക്കെ അവിടെ വന്ന് തിന്നും. അല്ലെ മണ്ണുണ്ടെങ്കിൽ മണ്ണ് ഇട്ട് കഴിഞ്ഞാൽ മണ്ണിൽ ചേരും. കാരണം മണ്ണിലെ മൈക്രോബ്സിൻ്റെ ജോലി എന്താണ്? ഇതിനെല്ലാം മണ്ണിൽ ചേർക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ പ്ലാസ്റ്റിക് മിയാവാക്കി ഫോറസ്റ്റിൽ നമ്മളുടെ വെജിറ്റബിൾ വേസ്റ്റ് ഒക്കെ അവിടെ ഇടാറുണ്ടോ? ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന് ഇവിടെ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. അപ്പോൾ പ്ലാന്റിലിട്ടിട്ട് ഒരു ചെറിയ പ്ലാന്റ് ഉണ്ടെങ്കിൽ ഒരു വീടിൻ്റെ വേസ്റ്റ് മുഴുവൻ അതിൽ പോകും. എന്നിട്ട് അതിൻ്റെ ആ സ്ലറി എടുത്തിട്ട് ഇത് ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ പഴത്തൊലിയൊക്കെ ആണെങ്കിൽ നേരെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് മണ്ണിൽ ചേരുകയുള്ളൂ. ഇവിടെ വേറെ ഏത് സാധനം ഇട്ടാലും ആ മണ്ണിൽ ചേരും, ഇലയും കായും ഒക്കെ മണ്ണിൽ വീഴുന്ന അവിടെ ചേരുകയല്ലേ. അപ്പം വേസ്റ്റ് എന്ന് മാത്രമല്ല, ഈ മണ്ണിൽ ഈ കാർബണിൻ്റെ അളവ് കൂടിക്കഴിയുമ്പോൾ അത് വെള്ളം അബ്സോർബ് ചെയ്യുന്നതിൻ്റെ അളവ് കൂടും. അപ്പോൾ സാധാരണ ഇതിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഒഴുകി പോവുകയാണ്. അതേസമയത്ത് ഫോറസ്റ്റ് സോയിലാണെങ്കിൽ ഈ ഫോറസ്റ്റ് സോയിലിന് ഒരുപാട് വ്യത്യാസമുണ്ട്. ആക്ച്വലി നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഒരു പെൺകുട്ടി, ഒരു MSc വിദ്യാർത്ഥിയുടെ തീസ് തന്നെ ഇതിനെക്കുറിച്ചായിരുന്നു. അവർ ട്രിവാൻഡ്രത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വെച്ച് ഞങ്ങൾ 5 മിയാവാക്കി ഫോറസ്റ്റുകളെ കുറിച്ച് പഠിച്ചു, ഇൻക്ലൂഡിങ് ഈ അപ്പുറം നിൽക്കുന്ന വലിയ ഫോറസ്റ്റ് അടക്കം. ഈ 5 സ്ഥലത്തും മണ്ണിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഈവൻ മണ്ണിൽ ഈ സിങ്ക്, കാർബൺ, അയൺ, മാംഗനീസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇതിനെല്ലാം കാരണം മൈക്രോബിയൽ ആക്ഷനാണ്. മണ്ണിൽ മൈക്രോബിയൽ ആക്ഷൻ കൂടിയിട്ടുണ്ട്, വാട്ടർ സീപ്പേജ് കൂടിയിട്ടുണ്ട്. അപ്പോൾ സോയിലിന് ഒരുപാട് വ്യത്യാസം വരുന്നു എന്ന് അവരുടെ സ്റ്റഡിയിൽ തന്നെ സയൻറ്റിഫിക്കായിട്ട് തന്നെ അവർ അനാലിസിസ് നടത്തി തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഫോറസ്റ്റിൽ എത്ര സ്പീഷീസ് ഉണ്ടാവും ഈ ഇവിടുത്തെ മിയാവാക്കി ഫോറസ്റ്റിൽ ഹരിയുടെ? ഇവിടെ ടോട്ടൽ ഇവിടെ ഇപ്പോൾ ഏകദേശം 1000 സ്പീഷീസിനടുത്തുണ്ട്. 5000-ഓളം ചെടികളുണ്ട്. ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന 60-70 സ്പീഷീസ് ആയിരുന്നു നാച്ചുറൽ. ഇതൊരു നല്ല ഹോബി ആയിരുന്നു അല്ലേ? ഇത് എൻ്റെ ഒരു ഹോബി, ഇപ്പോഴും എൻ്റെ ഒരു ഹോബി തന്നെയാണ്. ഈ ഫോറസ്റ്റ് വളർത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഹോബിയായിട്ട് തന്നെയാണ് അതിനെ കാണുന്നത്. ഞാനിപ്പോൾ UN-ൻ്റെ ഒരു കൺസൾട്ടൻ്റ്, മുരളി തുമ്മാരുകൂടി ഡയറക്ടറായിട്ടുള്ള UNCCD, അതിൻ്റെ ഒരു അർബൻ ഫോറസ്ട്രി കൺസൾട്ടൻ്റാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി പല സെമിനാറിലും, ഈവൻ 25 രാജ്യങ്ങൾ 30 രാജ്യങ്ങളിൽ നിന്ന് മിയാവാക്കി വനം തീർക്കുന്ന ആളുകളുടെ ഒരു സെമിനാർ ഇപ്പോൾ ഞങ്ങൾ ജപ്പാനിൽ നടത്തിയായിരുന്നു. അപ്പോൾ അതിൽ 150 പേര് പങ്കെടുത്തായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ വീണ്ടും ഈ ടെക്നിക്ക് കുറച്ചുകൂടെ കാര്യമായിട്ട് പഠിക്കുകയാണ്. ലോകം മൊത്തം ഒരു വനവൽക്കരണത്തിനായിട്ടൊരു മുന്നേറ്റമുണ്ട്. ഈ മിയാവാക്കി മാത്രമേ ഇപ്പോഴാണ് ശരിക്കും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ എത്തിത്തുടങ്ങിയത്. അതിനുമുമ്പ് ആഫ്രിക്കയിലും ചൈനയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഇന്ത്യയുടെ കുറച്ച് ഭാഗത്തൊക്കെ ഇതുണ്ടായിരുന്നു. നെതർലാൻഡ്സ് വലിയൊരു മൂവ്മെൻറ്റ് നടക്കുന്നു. ഏകദേശം 1000 ഫോറസ്റ്റുകൾ അവർ തീർത്തു. അവിടെ ഫണ്ട് റേസിങ് എളുപ്പമാണ്, ഒരു കോമൺ കോസ് എന്നുള്ള ഇതിലെ. നമ്മുടെ ഇവിടെ CSR CR ഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതാരും അങ്ങനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാറില്ല. വളരെ കുറച്ച്. ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ഇവിടെ കേരളത്തിൽ ആദ്യം ഈ CSR ഫണ്ട് ഉപയോഗിച്ച് ഒരു സാധനം ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ ജർമ്മൻ കമ്പനി ഒരു മാൻ ഹുമ്മൽ, അവർ ഒരു ഫോറസ്റ്റ് ബാംഗ്ലൂർ തീർത്തായിരുന്നു. ഇവിടെ തന്നെ അലയൻസ് പറഞ്ഞ ടെക്നോ പാർക്കിൽ ഒരു കമ്പനി അവിടെ ഒരു ഫോറസ്റ്റ് ചെയ്തു. കുറേ കമ്പനികൾ ചെയ്യുന്നുണ്ട്, കുറേ പേര് ഇല്ല. ഇപ്പോൾ അസറ്റ് ഹോംസ് പറഞ്ഞൊരു ബിൽഡിംഗ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരുടെ എല്ലാ പുതിയ ഫ്ലാറ്റുകളിലും അവർ 1 സെൻറ്റ് 2 സെൻറ്റ് മിയാവാക്കിയായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തു. ഇത് ശരിക്കും ഇതിൻ്റെ ഒരു പോപ്പുലറൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ യുവതലമുറകൾക്കിടയിൽ ഒരു ബോധവൽക്കരണം ആവശ്യം. അത് ആളുകൾക്ക് തന്നെത്താനെ വെക്കാവുന്നതേ ഉള്ളൂ. കാരണം ചിലപ്പോൾ സ്കൂൾ കുട്ടികളെ അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികൾ, കുട്ടികൾക്കിടയിൽ ഇതിനൊരു അവബോധം ഉണ്ടാക്കുക. കുട്ടികളെ മിയാവാക്കി ഫോറസ്റ്റ് മാത്രമല്ല, ഈ എക്കോ റെസ്റ്റോറേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ച് കുട്ടികൾക്കൊരു ബോധം ഉണ്ടാകേണ്ടതാണ്. കാരണം ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പല ആസ്പെക്ട്സ്, അത് സോയിൽ നശിക്കുന്നത്, വനം നശിക്കുന്നത്, വെള്ളം ഇല്ലാതാകുന്നത്, നമ്മളെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ വേസ്റ്റ്, കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ ഇവർക്ക് ഇവിടെ ആക്ച്വലി മിയാവാക്കി നേച്ചർ ലാബ് UN-ൻ്റെ ഒരു കോൺസെപ്റ്റാണ്. UNCCD കൊണ്ടുവന്നാണ് സ്കൂളുകളിലൊരു നേച്ചർ ലാബ് ഉണ്ടാക്കാമെന്ന്. ഞാൻ പാരലായിട്ട് ഇവിടെ ഇപ്പോൾ ഈ സ്ഥലത്ത് എടുക്കുകയാണ്. ഇവിടെ ഒരു അഡ്വാൻറ്റേജ്, ഇവിടെ ഈ 2-3 ഏക്കർ സ്ഥലം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ കുട്ടികളെ കാണിക്കാൻ ഇപ്പം തന്നെ പറ്റുന്നുണ്ട്. കുറേ കൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മാർച്ചൊക്കെ ആകുമ്പോഴേക്ക്
ഫുൾ ഫ്ലെഡ്ജായിട്ടൊരു കുട്ടിക്ക് ഇവിടെ വന്ന ഒരു 4 മണിക്കൂർ പഠിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും. പ്ലസ് നമ്മൾ അതിൻ്റെ കൂടെ ഒരു കോഴ്സും ചെയ്യുന്നുണ്ട്. ഒരു UNCCD തന്നെ ഒരു 1 ഡേ കോഴ്സ് കുട്ടികൾക്കും മുതിർന്നവർക്കുമായിട്ട് കോഴ്സുകൾ വേറെ വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊരു 6 ദിവസത്തെ ഒരു കോഴ്സുകളുണ്ട്. അപ്പോൾ അത്രയും പഠിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു 48 മണിക്കൂർ പഠിച്ചതായിട്ടൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ ഈ ഫോറിൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ അവർക്കത് ഉപയോഗിക്കാൻ പറ്റും. അഡ്മിഷൻ കിട്ടാനായിട്ട് ഗവൺമെൻറ്റിൽ അങ്ങനെ ഒരു യുനുമായിട്ട് ചേർന്ന് ഞങ്ങളൊരു സാധനം കൂടെ ചെയ്യുന്നുണ്ട്. അത് ഏപ്രിൽ തൊട്ട് മിക്കവാറും ആരംഭിക്കുകയുള്ളൂ. ഹരിയുടെ മിയാവാക്കി നേച്ചർ ലാബിൻ്റെ കവാടം തന്നെ ജാപ്പനീസ് മാതൃകയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തോടൊപ്പം നമുക്ക് ഈ നേച്ചർ ലാബ് ഒന്ന് നോക്കിക്കാണാം അല്ലേ? ഇപ്പോൾ ഈ മണ്ണിൽ നിറയെ കുരിപ്പയുണ്ട്. ഈ കുരിപ്പ എന്ന് പറഞ്ഞാൽ മറ്റേ മണ്ണരയുടെ പ്രസൻസ് ആണേ. അപ്പോൾ ഇത് ഫോറസ്റ്റ് സോയിലായിട്ട് മാറിയതാണ്. നമ്മൾ ഈ ചെടി വെച്ചും ഈ വേസ്റ്റ് ഇട്ടും ഈ മരത്തിൻ്റെ കമ്പും ഇലയും ചില്ലയും എല്ലാം ഇട്ടിട്ട് ഇതിങ്ങനെ ഫോറസ്റ്റ് സോയിലായിട്ട് മാറി. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് നിറയെ മണ്ണരയുടെ കുരിപ്പയും കാര്യങ്ങളൊക്കെ കാണാം. ശരിക്കും നമ്മൾ ഈ ഇവിടെ ഭിത്തി കെട്ടേണ്ടതാണ്, പക്ഷേ ഭിത്തി കെട്ടിയിട്ടില്ല, പകരം മുള വെച്ച് കൊടുത്തിരിക്കുക. അപ്പോൾ ഈ മുളയാണ് ഈ മണ്ണിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത്, ഇങ്ങോട്ട് മറിഞ്ഞു പോകാതെ. മുളയുടെ ബലത്തിലാണ് ഈ ഒരു ഏരിയ നിൽക്കുന്നത്. അക്വാപോണിക്സ് ആണ് ഇത്. നമ്മുടെ പുഴയിലെ മീനുകളുണ്ടല്ലോ, അപ്പോൾ അത് ആ ടാങ്ക് മുഴുവൻ മീനുണ്ട്. അപ്പോൾ മീനിൻ്റെ വേസ്റ്റ് വെള്ളത്തിൽ കലരും. ആ വെള്ളത്തിന് അവിടെ നിന്ന് ഇങ്ങോട്ട് പമ്പ് ചെയ്തിട്ട് ഇവിടെ ഈ മെറ്റലിനകത്തൂടെ അത് ഫിൽറ്റർ ചെയ്ത് തിരിച്ച് ഈ കൊള്ള വഴി പോവുകയാണ്. അപ്പോൾ ഈ വെള്ളം ശുദ്ധിയാകുകയും ചെയ്യും. ഈ മീനിൻ്റെ വേസ്റ്റ് ആക്ച്വലി ഈ ചെടികൾക്ക് വളമായിട്ട് കിട്ടും. അപ്പോൾ ആ വളത്തിലാണ് ഈ സാധനങ്ങൾ വളരുന്നത്. ഇപ്പോൾ നമ്മൾ കുറേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണാതാകുന്ന സാധനങ്ങളാണ് തുമ്പ, കയ്യോന്നി, സർപ്പഗന്ധി, തഴുതാമ, മുക്കുറ്റി, നിലനാരകം, കറുക, കൊടങ്ങൽ, ഇത് നമ്മുടെ ഇത് പിള്ളേർക്ക് മുത്തങ്ങ, ഇത് ആനച്ചോടൻ, അതുപോലെ ഇത് പൂച്ചമീശ, കുറുന്തോട്ടി, ഇത് കീഴാർനെല്ലി, കല്ലുരുക്കി പച്ച, ബ്രഹ്മി, ഉഴിഞ്ഞ, പൂവാങ്കുരുന്ന്, കിരിയാത്ത്, നാക്ക്, ചെറുപൂള. ഈ ചെടികളൊക്കെ ഇപ്പോൾ ഈ നമ്മൾ ഈ കുടുംബശ്രീയൊക്കെ വഴി വൃത്തിയാക്കി കഴിയുമ്പോൾ അങ്ങ് പോവുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ തിരിച്ചിങ്ങനെ ഒരു സംരക്ഷിക്കാനായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതെന്താണ് ഈ വെള്ളം ഇങ്ങനെ? അത് തന്നെ, ഈ വെള്ളം ഇവിടുന്ന് പമ്പ് ചെയ്ത് ഇങ്ങോട്ട് കയറ്റുകയാണ്. അപ്പോൾ വെള്ളം പമ്പ് ചെയ്ത് ആ മീനിൻ്റെ വേസ്റ്റ് എല്ലാം കൂടെ അപ്പുറം പമ്പ് ചെയ്ത് ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചിട്ട് അത് അരിച്ചിട്ട് ആ വെള്ളം തിരിച്ച് മീനിൻ്റെ വേസ്റ്റ് എങ്ങനെ കൊണ്ടുവരും? ഈ എവിടെന്നെങ്കിലും കളക്ട് ചെയ്യുന്നതാണ്? അല്ലല്ല, മീനിൻ്റെ അപ്പി ഇടുന്ന ഈ മീൻ ഇതിനകത്തുണ്ടല്ലോ. അപ്പോൾ മീനിടുന്ന മീനിൻ്റെ വിസർജ്യം എന്ന് പറയുന്നത് അമോണിയാണ്. അത് നല്ല മണമാണ്. അപ്പോൾ അതിനെ പമ്പ് ചെയ്തിട്ട് നമ്മൾ ഈ വെള്ളം ആ ചെടിച്ചട്ടി വീഴുകയാണ്. ചെടിച്ചട്ടി വീണ് കഴിയുമ്പോൾ ആ വെള്ളം ഫിൽറ്റർ ചെയ്തിട്ട് ഈ കുഴലിൽ വന്നിട്ട് തിരിച്ചങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് ഈ വിസർജ്യം ഉള്ളത് ഈ കല്ലിനിടയിൽ കൊടുക്കും. അതെടുത്തിട്ടാണ് ഈ ചെടി വളരുന്നത്. അത് അക്വാപോണിക്സ് ആണ്. ഇപ്പോൾ ഇത് എടംപിരി വലംപിരി എന്നൊരു മരമാണിത്. എന്താണ് പ്രത്യേകത? ഇത് ആയുർവേദത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. ഇതിൻ്റെ കായെന്ന് പറഞ്ഞാൽ ഒരു മരത്തിൽ തന്നെ ഇത് സ്ക്രൂ പോലെ ഇരിക്കും. ഇടത്തോട്ടും പിരി ഉണ്ടാകും, വലത്തോട്ടും പിരി ഉണ്ടാകും. അപ്പോൾ ഈ 2 പിരിയും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇവനെ എടംപിരി വലംപിരി എന്ന് പറയുന്നത്. ഒരെണ്ണം വലത്തോട്ട് ആയിരിക്കും. ഒരു മരത്തിൽ തന്നെ 2 വരും. അതുകൊണ്ടാണ് ഇതിൻ്റെ കായാണ്. ഇതതിൻ്റെ പൂവാണിത്. അപ്പോൾ ഇത് പൂക്കുന്ന സമയത്ത് ഒരുപാട് പക്ഷിയൊക്കെ വരും. എന്തെങ്കിലും മെഡിസിൻ വാല്യൂ? നമ്മുടെ വലിയ മെഡിസിൻ വാല്യൂ ഉള്ള ഇത് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഈ വള്ളി എന്ന് പറയുന്നത് കരിയിലാഞ്ചിയാണ്. ഇതെന്താണ് കരിയിലാഞ്ചിയുടെ പ്രത്യേകത? കരിയിലാഞ്ചി പണ്ടേ ഈ കുട്ടികൾക്ക് കരപ്പനുണ്ടാകുമ്പോൾ ഈ കാലച്ചൊറിയൊക്കെ വരുമല്ലോ, അപ്പോൾ ഇത് തോരൻ വെച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ അത് ആ കരപ്പൻ മാറി. ഇപ്പോൾ പിന്നെ പിള്ളേർ മണ്ണുമായിട്ട് ബന്ധം ഇല്ലാത്തതുകൊണ്ട് ചൊറി അങ്ങനെ വരുന്നില്ല. എന്നിട്ട് ഈ കിടന്ന ശതാവരിയാണ് ഈ വള്ളി. ഇതൊക്കെ നമ്മളിവിടെ വന്നിട്ടേ കിളയ്ക്കാതായപ്പോൾ തന്നെ ഈ സാധനങ്ങളെല്ലാം തന്നെത്താനെ തിരിച്ചു വന്നു. ഞാൻ വന്നതിന് ശേഷം ഈ മണ്ണ് കിളച്ചിട്ടില്ല. നമ്മൾ കുഴി വെച്ച് വെക്കാനായിട്ട് ചില കുഴിയെടുക്കുന്നതല്ലാതെ കിളയ്ക്കുകയോ നമ്മൾ രാസവളം ചേർക്കുകയോ ഇല്ല. ഇതിപ്പോൾ പാഷൻ ഫ്രൂട്ട് ഇതേ വള്ളി കയറിയിട്ടുണ്ട്. അതൊക്കെ ഈ വവ്വാലൊക്കെ ആണ് തിന്നുന്നത്. അപ്പോൾ അതുങ്ങൾ എന്നിട്ട് ഈ വവ്വാൽ വേറെ വിത്ത് ഇവിടെ കൊണ്ടുവരും. ഇത് തിന്നാൻ വരുന്ന വവ്വാലും അണ്ണാനും ഒക്കെ നമുക്ക് വേറെ ഒരുപാട് ചെടി കൊണ്ട് തരുന്നുണ്ട്. ഇതേ താമരവള്ളി എന്നൊരു ചെടിയാണ്. ഈ ഇലയുടെ അടിവശം ചെമ്പിൻ്റെ നിറമായിരിക്കും ഇതിന്. അത് ആക്ച്വലി ട്രൈബൽസ് ഈ വൂണ്ടില്ലാത്ത ക്യാൻസറിന് അവർ ഇത് അരച്ച് പരട്ടുക ചെയ്യുന്നത്. ട്യൂമർ അത് പറ്റിപ്പോവും. ഇതേക്കുറിച്ച് ഇപ്പോൾ ടി വി ചേരായ റിസർച്ചൊക്കെ നടക്കുന്നുണ്ട്. ഈ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ യന്ത്രങ്ങൾ തന്നെയാണ് നമ്മൾ മരുന്നെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അരയ്ക്കുക, പൊടിക്കുക, ചാറെടുക്കുക, കുഴമ്പാക്കുക. അപ്പോൾ ഇതിനെല്ലാം പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം ഒന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ സാധനങ്ങളൊന്നും കാണാനില്ല. മെക്കനൈസ്ഡ് ആയതുകൊണ്ട്
അതൊന്ന് കാണിക്കാനായിട്ട്. രണ്ട് ഇപ്പോൾ അരകല്ല് നമ്മൾ ചമ്മന്തി അരയ്ക്കുന്ന പോലെ തന്നെ മരുന്നിനും ഇപ്പോൾ ക്ഷീരവില ഉണ്ടാക്കുകയാണെങ്കിൽ കുറുന്തോട്ടി അരയ്ക്കുന്നത് അങ്ങനെ തന്നെയാണ്. മറ്റേ മരുന്ന് ഇങ്ങനെ കുഴമ്പാക്കാനായിട്ട് അരയ്ക്കുന്നത്, ചാണ പൊടിക്കുന്ന ഇത് ഇടിച്ച് വയ്ക്കുന്നത്, ആട്ടുകല്ല്, ഉരല്. ഇപ്പോൾ ഈ ഉരക്കൊന്നും ഇപ്പോൾ ഇല്ല, ഇത് ഞാൻ തമിഴ്നാട്ടിൽ പോയി കൊണ്ടതാണ്, ഒരു സാമ്പിൾ കിട്ടാത്തതുകൊണ്ട്. ഇന്ന് പല വീടുകളിലെ അലങ്കാര വസ്തുവായിട്ട് അത് മാറി. പുല്ലാഞ്ഞിയും അതിനോട് ചേർന്ന് ഞാൻ വലിയ മരം കാഞ്ഞരാണ്. ഇപ്പോൾ ഈ പുല്ലാഞ്ഞിയുടെ പ്രത്യേകത ഒരു വള്ളിയാണ്, പക്ഷേ വുഡി ക്ലൈംബറാണ്. അതായത് വള്ളിയാണെങ്കിലും അത് മരം പോലെ ഇരിക്കും. എന്ന് മാത്രമല്ല അതിൻ്റെ വേര് മുറിച്ചിട്ട് നമ്മളൊരു പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു കുടിക്കാനുള്ള വെള്ളം അതിൽ നിന്ന് കിട്ടും. ഈ കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഈ വേരോ കമ്പോ ഒക്കെ മുറിച്ച് വെച്ചിട്ടാണ് ആളുകൾ വെള്ളം ശേഖരിച്ച് കുടിക്കുന്നത്. ഈ പുല്ലാഞ്ഞി കണ്ടു കഴിഞ്ഞാൽ വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കാം. അപ്പോൾ പല കാട്ടിലും പോകുമ്പോൾ നമുക്ക് ഡാൻസ് ചെയ്യാനുള്ള ഫ്ലോർ കിട്ടില്ല. അപ്പോൾ ഇതൊരു ഫ്ലോർ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. ഒരു മിനി ഓഡിറ്റോറിയം പോലെ ഓപ്പൺ എയർ ആണ്. ഇതിൻ്റെ മേൽക്കൂര എന്ന് പറയുന്നത് നമ്മുടെ ഈ ചോക്ലേറ്റിൻ്റെ കവർ കൊണ്ട് ആണ് ആ ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. യൂസ്ഡ് ഇതാണ് ആ ഷീറ്റ്. ഇതല്ലേ ടോഫി ഇത് ചെയ്ത് റീസൈക്കിൾ ചെയ്തെടുക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ മിയാവാക്കി ഫോറസ്റ്റ് 8 വർഷമായത്. ഇതെന്താണെന്ന് പറഞ്ഞു? ഇത് ചേട്ടാ നമ്മുടെ ഈ മരുഭൂമിയിൽ വളരുന്ന ചെടികളുണ്ടല്ലോ, ഇപ്പോൾ ഓരോ എക്കോസിസ്റ്റം ഉണ്ട്. ഇതൊരു ഡെസേർട്ട് എക്കോസിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ വളരുന്ന ചെടികൾക്ക് അധികം വെള്ളം വേണ്ട. അപ്പോൾ വെള്ളം വേണ്ടാത്ത ചെടികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു 10-100 സ്പീഷീസോളം ഇവിടെ ഉണ്ട്. അങ്ങനത്തെ കോടിക്കണക്കിന് അല്ല ആയിരക്കണക്കിന് ചെടികൾ കാണും. കാക്ടസ് ഇനങ്ങളാണ് പലതും. ഇപ്പോൾ ഇത് നമ്മുടെ സോമലത, അതുപോലെ നമ്മുടെ ചടച്ചി എന്ന് പണ്ട് ഇതുണ്ടല്ലോ എന്നാ ഈ പൊട്ടിക്കുന്ന ഒരു സാധനമല്ലോ, ഇല മുളച്ചി, ചൊടുക്കെന്ന് പറയുന്നൊരു പഴയൊരു ചെടിയുണ്ട്. അതിൻ്റെയൊക്കെ ഇത് ഇലമുളച്ചിയുടെ ഒരു ഇനമാണിത്. ഇത് പാറപ്പുറത്ത് വളരുന്ന ഒരു തരം കദളിയാണ്. എല്ലാ കദളിയല്ല, ഈ കദളി ഇങ്ങനത്തെ ഒരു കദളിയാണ്. ഇതൊരു ചെടിയാണ്. ഇതിൻ്റെ സൈഡിലൊരു കമ്പ് പോലെ സാധനം നിൽപ്പുണ്ട്. അപ്പോൾ ഈ ചെടികൾ പലതരത്തിലുണ്ട്. ഈ ഇങ്ങനെ നമ്മുടെ കൺവെൻഷനിൽ ഇതുണ്ട്, ആ ചെടി അതൊരു ചെടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്കോ സിസ്റ്റമാണ് ഇവിടെ. ഈ പാറയുടെ പുറത്ത് ശ്രദ്ധിച്ചു വേണേ, പാണ്ട ആ നേരെ നിൽക്കുന്ന പ്ലാശാണ് ഈ നിൽക്കുന്നത്. അത് നേരത്തെ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അത് കളഞ്ഞില്ല. അതുകൊണ്ട് കരിന്തുമ്പ എന്ന് പറഞ്ഞ സാധനം അത് ഈ നിൽക്കുന്നത്. ഇത് ഈ കഷായത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഇത്. കരിന്തുമ്പ വൈദ്യന്മാർ ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്. ആ ചൊടുക്കാണ് കണ്ടോ, ആ കായായിട്ട് വന്നിരിക്കുന്ന സാധനം. ഇത് പഴുതാരച്ചെടി എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് കറ്റാർവാഴയാണ്. കറ്റാർവാഴ പലതരമുണ്ട്, അതിലൊരു 1-2 ഇനമാണിത്. മറ്റേ ഈ ചങ്ങലമ്പരൻ്റെയാണ് അപ്പറേ ആ മൂലയ്ക്ക് ആ വള്ളിയായിട്ട് കയറുന്ന സാധനം ചങ്ങലമ്പരൻ്റെയാണ്. ഇത് ചങ്ങലമ്പരൻ്റെ തന്നെ 3-4 പരണ്ടകളുണ്ടേ. ഇതൊരു തരം ചങ്ങലമ്പരൻ്റെയാണ്. മുപ്പരണ്ടയുണ്ട്, ഉരുണ്ട് പരണ്ടയുണ്ട്, പലകപ്പരണ്ടയുണ്ട്. അതുകൊണ്ട് അത് ചങ്ങലമ്പരൻ്റെ ആ പോകുന്നത് അധികം കണ്ടിട്ടില്ലാത്തൊരു സാധനം, ശ്രദ്ധിച്ചാലേ കാണാനൊക്കെ ഉള്ളൂ. ഇത് മറ്റേ കായാമ്പൂവിൻ്റെ പൂവാണ്. കൃഷ്ണൻ്റെ കായാമ്പൂ കുറച്ചുകൂടെ വലിയ പൂവാകും, മരം കുറച്ചുകൂടെ ചെടി കുറച്ചുകൂടെ വലുതാകുമ്പോഴേ. ഇത് എവിടുന്നാണ്? ഇവിടെ തന്നെ വളരുന്നതാണ്. വെച്ചാൽ അത് കുഴിച്ചു വെച്ചതല്ല. കായാമ്പൂ കൃഷ്ണൻ്റെ നിറമുള്ള ചെടിയായിട്ടാണ്. കായാമ്പൂ വർണ്ണൻ, കായാമ്പൂ കണ്ണിലെഴുതും, ഒരുപാട് പാട്ടുണ്ടല്ലോ. അതെല്ലാം ഈ കായാമ്പൂവിനെ ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ പാട്ടിലല്ലാതെ ആളുകൾ കണ്ടിട്ടില്ല ഈ സാധനം നേരിട്ട്. ഇത് ആക്ച്വലി ഒരു ഫ്ലോട്ടിംഗ് ഐലൻഡാണ്. അതിൽ നിൽക്കുന്ന ആ ചെടികളുടെ വേര് വെള്ളത്തിലാണ് കിടക്കുന്നത്. അത് ഈ വെള്ളത്തിലെ വേസ്റ്റ് ആ ചെടി വലിച്ചെടുക്കും. അപ്പോൾ ആ വെള്ളം ശുദ്ധിയാക്കാനായിട്ട് അത് ഇട്ടിരിക്കുന്നത്. ഇതെന്താണ് ഈ പോണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് നേരത്തെ നമ്മളിപ്പോൾ താഴെ മരുഭൂമിയിൽ വളരുന്ന ചെടികളുണ്ടല്ലോ, മരുഭൂമി എന്ന് പറയുന്ന എക്കോസിസ്റ്റമാണ്. അപ്പോൾ അവിടെ മഴ കുറവാണ്, വെള്ളം കുറവാണ്, പാറയായിരിക്കും, അല്ലെങ്കിൽ മണ്ണ് കുറവായിരിക്കും, ചൂടായിരിക്കും. അപ്പോൾ അവിടെ വളരുന്ന ചില പ്രത്യേക ചെടികളും അതിൽ വരുന്ന ജീവികളെല്ലാം കൂടെ ഒരു പ്രത്യേക ആവാസവ്യവസ്ഥയാണ്. ഇവിടെ ഇപ്പോൾ അതുപോലെ ഇതൊരു എക്കോസിസ്റ്റമാണ്. ഇത് വാട്ടർ ബേസ്ഡ് ഒരു എക്കോസിസ്റ്റമാണ്. ഇവിടെ അക്വാറ്റിക് പ്ലാന്റ്സ് ആണ്, വെള്ളത്തിൽ വളരുന്ന ചെടികളാണ്. അപ്പോൾ തവള, മീൻ, അങ്ങനെയുള്ള സാധനങ്ങൾ ഇതിനിടയ്ക്കൊക്കെ ഉണ്ട്. ഇതിപ്പോൾ കണ്ടൽ ചെടിയാണിത്. അത് വാട്ടർ ബാമ്പുവാണ് കാണുന്നത്. അതിനപ്പുറമുള്ള കണ്ടലാണ്, ആ നിൽക്കുന്ന കണ്ടലാണ്. ഈ എക്കോ റിസ്ട്രേഷൻ എന്ന് പറയുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് കണ്ടിട്ടില്ലാത്ത പിള്ളേരോട് നമ്മൾ എക്കോ റിസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ താഴത്തോട്ട് മുകളിൽ വരെ കൊണ്ടുവന്ന് പലതരത്തിലുള്ള മണ്ണ്, പലതരത്തിലുള്ള എക്കോ സിസ്റ്റം, ഇതൊക്കെ പുസ്തകത്തിൽ വായിച്ചാൽ പിള്ളേർ പഠിക്കുന്നത്. വാട്ടർ ബേസ്ഡ് എക്കോ സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ അവർ ഡെഫിനേഷൻ അപ്പോൾ പറയും, പക്ഷേ സാധനം എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ സ്കൂളുകളിൽ പലപ്പോഴും അതിനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കുന്നത് പ്രായോഗികമല്ല. കാരണം പല സ്കൂളുകൾക്ക് അത്രയും സ്ഥലമില്ല, ഉണ്ടെങ്കിൽ തന്നെ ഇത് മെയിൻ്റനൻസ് ഇതുമെല്ലാം. ഇതൊക്കെ എങ്ങനെയാണ് ഹരി ഒരു സ്വന്തം ഇൻട്രസ്റ്റിൽ ഉണ്ടാക്കുന്നതാണല്ലേ, ഒരു ഹോബി? ആക്ച്വലി ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഒരു വില കുറഞ്ഞ സ്ഥലം മേടിച്ചിട്ട് ഈ കാണാതെ പോകും നമ്മുടെ ഈ വാനിഷ് ചെയ്യുന്ന ട്രീസിൻ്റെ ഒരു കളക്ഷൻ, ഈ താന്നി ചാരൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഇല്ല എന്നുള്ള ഇതിൽ തുടങ്ങിയാണ്.
അത് കഴിഞ്ഞ് ഞാൻ കുറേ സയൻറ്റിസ്റ്റുകളൊക്കെ ആയിട്ട് കൂടി പിന്നെ ഈ മിയാവാക്കി മോഡൽ വന്നു. അപ്പോൾ ഇത് പെട്ടെന്നൊരു മാർഗ്ഗം കണ്ടുപിടിച്ചത് എങ്ങനെ പെട്ടെന്ന് വളർത്താമെന്ന്. പിന്നെ ഈ സയൻറ്റിസ്റ്റുകൾ കുറച്ച് പേരുടെ അഡ്വൈസ് മേടിച്ചു ഇതിനായിട്ട്. ഡോക്ടർ ഷാജി എന്ന് പറഞ്ഞപ്പോൾ ഒരു റൈപ്പേറിയൻ വെജിറ്റേഷൻ എക്സ്പെർട്ട് ഉണ്ട്, ഡോക്ടർ മാത്യു ഡാൻ ഉണ്ട്, പിന്നെ ചെറിയാൻ മാത്യു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇതൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ കുട്ടികൾക്കൊന്നും ഇതേക്കുറിച്ചൊരു ഐഡിയ ഇല്ല. എങ്കിൽ പിന്നെ ഇതുകൊണ്ട് നമുക്കിപ്പോൾ ഇതിൽ നിന്നൊരു കൃഷിയോ അല്ലെങ്കിൽ റവന്യൂ മോഡൽ ആയിട്ടല്ല നമ്മളിതിനെ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മാക്സിമം സാധനങ്ങൾ വെച്ച് പിടിപ്പിക്കാം. ഒരു പ്രൊപ്പഗേഷനാണല്ലേ? കുട്ടികൾക്കൊരു നോളജ് പ്രൊപ്പഗേഷനാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എക്കോ റിസ്ട്രേഷൻ, ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം ഡീഗ്രേഡ് ലാൻഡാണ്. പകുതി ലാൻഡ് കൂടുതൽ ഡീഗ്രേഡാണ്. അപ്പോൾ അത് റിക്കവർ ചെയ്യാൻ എളുപ്പമല്ല. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ലാൻഡും എർത്തും വാട്ടറും എയറും ഒക്കെ ആയിട്ട് കണക്റ്റഡാണ്. ഈ കണക്ഷൻ എന്താണെന്ന് പിള്ളേർക്ക് മനസ്സിലാകണമെങ്കിൽ ഇത് കാണിച്ചു കൊടുക്കണം. നമ്മൾ പഠിപ്പിക്കാതെ ഒരു പുസ്തകത്തിൽ ഈ ഡെഫിനിഷൻ പറഞ്ഞാൽ പിള്ളേർക്ക് എല്ലാം അറിയാം. ക്ലൈമറ്റ് ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ അവർ വളരെ കൃത്യമായിട്ട് ആ ഡെഫിനിഷൻ പറയും. എങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മളിവിടെ കൊണ്ടുവന്ന് കാണിച്ച്, ഇപ്പോൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്താണ് പറയും. പക്ഷേ ഗ്രീൻ ഹൗസ് അവർ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഗ്രീൻ ഹൗസ് എന്താണ്, അതിനകത്തെ ആംബിയൻസ് എന്താണ്, അങ്ങനെ ആ എക്കോ സിസ്റ്റം എന്താണ്, എക്കോ സിസ്റ്റങ്ങൾ എത്ര തരം എക്കോ സിസ്റ്റം ഉണ്ട്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടൂളായിട്ട് ഇതങ്ങ് മാറി. കുട്ടികളെ പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക അല്ലേ? അതെ, പ്രകൃതിയെ അറിയുക. പ്രകൃതി അറിഞ്ഞെങ്കിലേ. ഒരു ബാബ ഡിയോം എന്ന് പറഞ്ഞൊരു സെനഗാളീസ് എഞ്ചിനീയറുണ്ട്. അങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്കൊരു സാധനം നമ്മൾ സ്നേഹിക്കുന്നത് നമുക്ക് മനസ്സിലായ കാര്യങ്ങളെയാണ്, മനസ്സിലാകുന്ന നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിതിനെക്കുറിച്ച് പഠിപ്പിച്ചെങ്കിൽ മാത്രമേ കുട്ടികൾക്ക്, ഇപ്പം ഞാനൊക്കെ ആറ്റിൻ്റെ തീരത്തും തോട്ടിൻ്റെ തീരത്തും പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷൻ ഇല്ല വളർന്ന ആളുകളാണ്. അപ്പോൾ എപ്പോൾ വേണം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാം, വെള്ളത്തിൽ കാലുവിട്ടിരിക്കാം, തിരിച്ചു വരാം, പാടത്തിറങ്ങാം. അല്ല അങ്ങനെ അല്ലാതെ നമ്മുടെയൊക്കെ പ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ പഠിത്തം വലിയൊരു സംഭവമല്ല. ആവറേജിൽ നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ അല്ലാതെ അതിനായിട്ട് അങ്ങനെ ഒരുപാട് സമയമൊന്നും കളയുന്നൊരു കാലമല്ല. ഇപ്പോൾ വെച്ചാൽ പിള്ളേർക്ക് ഒന്ന് പഠിത്തം വലിയൊരു പ്രശ്നമായിട്ട് മാറിക്കും, രണ്ട് അവർക്ക് ഇതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇപ്പോൾ സിറ്റിയിലുള്ളൊരു കുട്ടി എവിടെ പോയി ഇത് കണ്ടുപിടിക്കും? അപ്പോൾ അങ്ങനെ വന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സ്ഥലം എന്നുള്ളതിലാണ്. നഗരമധ്യത്തിൽ ആളുകൾ മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലങ്ങളിൽ, ഹൗസിംഗ് കോളനികളിൽ, ഗ്രാമങ്ങളിലെ വീടിന് ചുറ്റും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ഇങ്ങനെ എവിടെയും നമുക്ക് മിയാവാക്കി വനങ്ങൾ നിർമ്മിക്കാം. പ്രകൃതി പുനരുജ്ജീവനം പ്രായോഗികമാക്കണമെങ്കിൽ അടുത്ത തലമുറയ്ക്ക് പ്രകൃതിയെപ്പറ്റി, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തെക്കുറിച്ചൊക്കെ അറിവുണ്ടാകണം. ഈ പറഞ്ഞതൊക്കെ ശ്രീ എം.ആർ. ഹരി സ്വന്തം ജീവിതം കൊണ്ട് നമ്മെ ചെയ്ത് കാണിച്ചതാണ്. വരും തലമുറയ്ക്ക് പ്രകൃതി സംരക്ഷണത്തിൽ ഇതൊരു വലിയ പ്രചോദനമാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ശ്രീ എം.ആർ. ഹരിക്കും അദ്ദേഹത്തിൻ്റെ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കും എല്ലാ ഭാവുകങ്ങളും നന്മകളും നേർന്നുകൊണ്ട് മൊസൈക്ക് ഇന്ത്യയുടെ ഈ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. നമുക്കിനി മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും താമസിയാതെ കണ്ടുമുട്ടാം. ദിസ് ഇസ് രാധാകൃഷ്ണൻ കുറ്റൂർ സൈനിങ് ഓഫ് ഫ്രം മൊസൈക്ക് ഇന്ത്യ. താങ്ക് യു. Mosaic India, a mirror to memorable musings. Magniloquent, optimistic, zestful, awesome, inspirational and courageous. Let's explore together.